ഫിഫയുടെ മികച്ച താരത്തിനുള്ള പുരസ്കാരം ഒരിക്കൽ കൂടി അതിന്റെ യഥാർത്ഥ ഉടമയെ തേടിയെത്തി. അർജന്റീനയുടെ ഇതിഹാസ താരം ഒരിക്കൽ കൂടി ഫുട്ബോളിന്റെ നെറുകയിലെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ ഫിഫയുടെ മികച്ച താരത്തിനുള്ള പുരസ്കാരം ലയണൽ മെസ്സി ഏറ്റുവാങ്ങുമ്പോൾ അയാളുടെ കിരീടശേഖരത്തിൽ ഫിഫ ബെസ്റ്റ് പുരസ്കാരത്തിന്റെ എണ്ണം 8 മാറി. ഇത്തവണത്തെ ബാലൻഡിയോർ നേട്ടത്തിന് പിന്നാലെയാണ് ഫിഫ മികച്ച താരത്തിനുള്ള അവാർഡും അർജന്റീനിയൻ ഇതിഹാസത്തെ തേടിയെത്തിയിരിക്കുന്നത്. പുരസ്കാരത്തിനുള്ള മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ നോർവേ താരം എർലിംഗ് ഹാലണ്ടിനെയും ഫ്രഞ്ച് താരം കിലിയൻ എംബാപ്പയെയുമാണ് മെസ്സി പിന്നിലാക്കിയത്. ഹാലണ്ടുമായി ശക്തമായ പോരാട്ടത്തിന് ശേഷമാണ് മെസ്സി പുരസ്കാരം സ്വന്തമാക്കിയത്. പോയിന്റ് നിലയിൽ ഇരു താരങ്ങളും 48 പോയിന്റ് നേടി സമനില പാലിച്ചു. എന്നാൽ ദേശീയ ടീം ക്യാപ്റ്റന്മാരുടെ വോട്ടിലാണ് മെസ്സി പുരസ്കാര വിജയിയായത്. ഫ്രാൻസിന്റെ ക്യാപ്റ്റൻ കിലിയൻ എംബാപ്പെ, ഇംഗ്ലണ്ടിന്റെ ക്യാപ്റ്റൻ ഹാരി കെയ്ൻ, ഈജിപ്തിന്റെ ക്യാപ്റ്റൻ മുഹമ്മദ് സല, ക്രൊയേഷ്യയുടെ നായകൻ ലൂക്ക മോഡ്രിച്ച്, പോളണ്ട് നായകൻ റോബർട്ട് ലെവൻഡോസ്കി തുടങ്ങിയവരുടെ പ്രഥമ വോട്ട് മെസ്സിക്ക് ലഭിച്ചു. അത് പുരസ്കാരത്തിന്റെ ഉടമയെ നിർണയിക്കുകയായിരുന്നു. 2022 ഡിസംബർ 19 മുതൽ 2023 ഓഗസ്റ്റ് 20 വരെയുള്ള കാലയളവിലെ പ്രകടനമാണ് പുരസ്കാരത്തിനായി പരിഗണിച്ചത്. അന്താരാഷ്ട്ര ഫുട്ബോളിൽ അർജന്റീനയ്ക്കായും ക്ലബ് ഫുട്ബോളിൽ PSG, ഇന്റർ മയാമി എന്നിവർക്കായും പുറത്തെടുത്ത പ്രകടനങ്ങളാണ് മെസ്സിയെ ഈ പുരസ്കാരത്തിന് അർഹനാക്കിയത്. PSG-യെ ലീഗ് 1 കിരീടത്തിലേക്ക് നയിച്ച മെസ്സി MLS ക്ലബായ മയാമിയിലേക്ക് ചേക്കേറിയ ശേഷം അവരെ ലീഗ് കപ്പ് കിരീടത്തിലേക്കും നയിച്ചു. ഇന്റർ മയാമി ക്ലബിന്റെ ചരിത്രത്തിലെ ആദ്യ കിരീടം കൂടിയായിരുന്നു ഇത്. മെസ്സിയുടെ ചിറകിലേറി കുതിക്കുന്ന അർജന്റീന ടീം 2026 ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ 6 മത്സരങ്ങൾ കഴിയുമ്പോൾ 1-ാം സ്ഥാനത്തുണ്ട്. 2024 കോപ്പ അമേരിക്ക ടൂർണമെന്റാണ് ഇനി മെസ്സിയുടെ കരിയറിലെ വരാനിരിക്കുന്ന പ്രധാന ടൂർണമെന്റ്.